മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ജയ് ശ്രീ രാധേ രാധേ. ചിങ്ങം എന്നും മലയാളികളുടെ പ്രിയമാസമാണ്. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിലുള്ള ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന മാസം പൊന്നിൻ ചിങ്ങമാസം. ഈ വർഷം ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്തു നിന്ന് തുടങ്ങാം. 2025 ഓഗസ്റ്റ് 28 ഗുരുവായൂരപ്പന്റെ നിറമഹോത്സവമാണ്. പുതുനെൽക്കതിരുകൾ പാടത്തു നിന്ന് കൊയ്തുകൊണ്ടുവന്ന് പൊന്നു ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് പൂജിച്ചിട്ട് ആ നെൽക്കതിരുകൾ നമ്മുടെ വീടുകളിലും നമ്മളുടെ സ്ഥാപനങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും കൊണ്ടുവന്ന് വെച്ച് ഒരു വർഷം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കുന്നതാണ് നിറമഹോത്സവം. ഓഗസ്റ്റ് 28 പകൽ 11 മണിക്കും 1:40 ശുഭമുഹൂർത്തത്തിലാണ് നിറമഹോത്സവം നടക്കുന്നത്. ഇതിനുള്ള കതിർക്കറ്റകൾ കൊണ്ടുവരുന്നത് പാരമ്പര്യ അവകാശികളായിട്ടുള്ള അഴീക്കൽ മനയം കുടുംബാംഗങ്ങളാണ്. കൂടാതെ കർഷകരും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ആലാട്ട് വേലപ്പൻ എന്ന കർഷകൻ. കുറച്ചു നാളുകളായി ഭക്തരും വഴിപാടായി കൊണ്ടുവരാറുണ്ട്. തലേന്നു തന്നെ നെൽക്കതിരെല്ലാം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ഗോപുരത്തിന്റെ മുന്നിലായി കൊണ്ടുവന്ന് വയ്ക്കും. പിറ്റേന്ന് ക്ഷേത്രത്തിലെ അവകാശികളായ വാര്യർമാർ ദീപസ്തംഭത്തിന്റെ മുന്നിൽ നിലത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് ഇലയിട്ടിട്ട് ഇതിനു മുന്നിൽ അഴീക്കൽ അവകാശികൾ നെൽക്കതിർ കുലകൾ തലയിൽ ചുമന്ന് ദീപസ്തംഭത്തിന് പ്രദക്ഷിണം വെച്ച് അയിലയുടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. മുഹൂർത്ത സമയമാകുമ്പോൾ ശാന്തിയേറ്റ കീഴ്ശാന്തി തീർത്ഥം തളിച്ച് കതിർകൊറ്റ് സ്വീകരിക്കുന്നതാണ്. അതേ തുടർന്ന് 60ഓളം കീഴ്ശാന്തിമാർ ചേർന്ന് ഈ നെൽക്കതിരുകൾ ശിരസിലേന്തി ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പന്റെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. ആ സമയത്ത് നിറനിറ പുലിപുലി, ഇല്ലം നിറ, വല്ലം നിറ, വെട്ടുനിറ, പത്തായ നിറ എന്ന് എല്ലാവരും കൂടി ഏറ്റു ചൊല്ലിയാണ് നെൽക്കതിർ നാലമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പണ്ട് ഇത് ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ വെച്ചാണ് പൂജിച്ചിരുന്നത്. ഭക്തജന തിരക്ക് കാരണം ഭക്തർക്കെല്ലാം കാണാൻ സൗകര്യത്തിനായി ഇക്കഴിഞ്ഞ വർഷം മുതൽ വലിയ ബലിക്കല്ലിന്റെ അടുത്ത് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. ആ സമയത്ത് ആൽമരം, പ്ലാവ്, നെല്ലി, കാഞ്ഞിരം ഇതിന്റെ ഒക്കെ ഇലകളും ദശപുഷ്പങ്ങളും ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു നിറക്കോപ്പിലാണ് നെൽക്കതിർ വയ്ക്കുന്നത്. ക്ഷേത്രമേൽശാന്തി ശ്രീ ഗുരുവായൂരപ്പനെയും ലക്ഷ്മി ദേവിയെയും അവിടെ ആവാഹിച്ചിരുത്തിയതിനു ശേഷം ഗുരുവായൂരപ്പന്റെ വലത്തെ തുടയിലേക്ക് ലക്ഷ്മി ദേവിയെ ആവാഹിക്കും. അങ്ങനെ ആ നെൽക്കതിരുകളിൽ എല്ലാം ശ്രീ ഗുരുവായൂരപ്പന്റെ ഇവിടെ പൊന്നു ഗുരുവായൂരപ്പന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ അതിനെ ഐശ്വര്യ സമൃദ്ധമായി പൂജ കഴിപ്പിച്ചതിന് ശേഷം മേൽശാന്തി അതിൽ നിന്ന് ഒരു പിടി നെൽക്കതിർ എടുത്ത് പട്ടിൽ പൊതിഞ്ഞ് തലയിൽ വെച്ച് ശ്രീകോവിലിൽ അകത്ത് കൊണ്ടുപോയി നിറയ്ക്കും. അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും. പിന്നീട് ആ നെൽക്കതിരുകളെല്ലാം നമ്മൾ ഭക്തർക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നതാണ്. ഈ നെൽക്കതിർ നമ്മുടെ വീടുകളിൽ കൊണ്ടുവയ്ക്കുന്നത് ഒരു വർഷം ഐശ്വര്യ സമൃദ്ധമായിരിക്കും, സമ്പൽ സമൃദ്ധിയായിരിക്കും, ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. ആ പൊന്നു ഗുരുവായൂരപ്പന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം സദാ ആഗ്രഹത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ തന്റെ ഭക്തർക്ക് നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ്. അന്നേ ദിവസം എല്ലാ ഭക്തർക്കും ക്ഷേത്രത്തിൽ പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഈ പുതുനെല്ല് കൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ് പായസം ഉണ്ടാക്കി ഭഗവാന് നേദിക്കും. അന്നേ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഉപ്പുമാങ്ങ നേദ്യം കൊടുക്കുന്നത്. കൂടാതെ
ഉച്ചപൂജയ്ക്ക് ഉണ്ണിയപ്പവും നേദിക്കും. കൂടെ 10 കറികൾ കൂടി ഉണ്ടാകും. പതിവ് നേദ്യമായ എലിശ്ശേരി, കാളൻ, പഴപ്രഥമൻ, പാലട എന്നിവയ്ക്കൊപ്പം ഈ ഉപ്പുമാങ്ങയും ഉണ്ണിയപ്പവും 10 കറികളും അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ദേവസ്വം ബോർഡ് ഭഗവാന് അന്ന് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ പൊന്നു ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ഊട്ടുപുരയിൽ വിഭവസമൃദ്ധമായ സദ്യയാണ് കരുതിയിരിക്കുന്നത്. ഇതിലൊക്കെ പങ്കുചേരാൻ എല്ലാ ഭക്തർക്കും ഇവിടെ വന്ന് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം നേടാൻ, ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സും വയറും നിറച്ച് സമ്പൽ സമൃദ്ധിയുടെ തുടക്കം ഏറ്റുവാങ്ങി പൊന്നുണ്ണിക്കണ്ണന്റെ അനുഗ്രഹം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സർവം ശ്രീ രാധേ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.